നമസ്കാരം. വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ഭീഷണിയിലും ആക്രമണങ്ങളുടെ നിഴലിലും അടിപതറാതെ സ്വന്തം തദ്ദേശീയ പ്രതിരോധ ശേഷി മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അടുത്തിടെ നടന്ന യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും യുദ്ധാവശ്യങ്ങളുടെയും ഉൽപാദനം മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ വർദ്ധിച്ചതായാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ആധിപത്യത്തെ ശക്തമായി ചെറുക്കുന്ന രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. വിദേശ ശക്തികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികളെയും ആക്രമണങ്ങളെയും നേരിടാനുള്ള ഏക വഴി ദേശീയ പ്രതിരോധ ശക്തിയെന്ന് അവയെ നിരന്തരം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. 1980കളിൽ ഇറാഖിലെ ബാത്തിസ്റ്റ് ഭരണകൂടം ഇറാനിൽ അടിച്ചേൽപ്പിച്ച 8 വർഷത്തെ ദീർഘകാലമായ യുദ്ധകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഇറാന്റെ പ്രതിരോധ വ്യവസായം കൈവരിച്ചിരിക്കുന്നത് തികച്ചും അത്ഭുതകരവും സമാനതകളില്ലാത്തതുമായ മുന്നേറ്റമാണ്. ഇറാനിയൻ പ്രതിരോധ വ്യവസായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത യുദ്ധോപകരണങ്ങൾ അതിവേഗം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവാണെന്നും വക്താവ് ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധകളത്തിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിക്കപ്പെടുന്ന അതേ വേഗതയിൽ തന്നെ അവ വീണ്ടും നിർമ്മിച്ച് മുന്നണിയിലെത്തിക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. അതായത് പോരാട്ട ഭൂമിയിൽ എത്രത്തോളം തദ്ദേശ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുവോ അത്രത്തോളം വേഗത്തിൽ ഉൽപാദന ശൃംഖല വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ വെടിക്കോപ്പ് ശേഖരം കുറയാതെ നിലനിർത്തുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഇസ്രായേലി ഭരണാധികാരികളുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉൽപാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഇറാനെ കൊണ്ട് കഴിഞ്ഞു. യുദ്ധമുന്നണിയിൽ അതിനിർണായകമായ ചില തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സാധാരണ യുദ്ധകാല നിലവാരത്തേക്കാൾ 3 ഇരട്ടിയിൽ അധികമാണ്. അതിവേഗത്തിലുള്ള ഈ ഉൽപാദനക്ഷമതയ്ക്ക് പുറമെ സാമ്പത്തിക ലാഭവും ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ വേറിട്ടു നിർത്തുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ തുച്ഛമായ ചെലവാണ് ഇറാൻ സ്വന്തമായ അത്യാധുനിക ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ, വിജ്ഞാന അധിഷ്ഠിത ഉൽപാദന രീതികൾ, രാജ്യത്തുടനീളം പടർന്നു പന്തലിച്ച ഉൽപാദന ശൃംഖല എന്നിവയാണ് വളരെ കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ സഹായിക്കുന്നത്. ഇറാനെതിരെ പ്രകോപനങ്ങളൊന്നുമില്ലാതെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം നടത്തിയ സൈനിക അധിനിവേശത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത്. ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് താൽക്കാലികമായി വെടിനിർത്തലും 60 ദിവസത്തെ നയതന്ത്ര ധാരണയിലും നിലവിൽ വന്നു എങ്കിലും അമേരിക്ക വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇറാൻ ശക്തമായ പ്രതിരോധം തുടരുകയാണ്. സ്വന്തം സായുധ സേനയുടെ അവിശ്വസനീയമായി വർദ്ധിച്ച ഉൽപാദനശേഷിയും പ്രതിരോധ കോട്ടയുമാണ് ശത്രുക്കളുടെ തന്ത്രപരമായ നീക്കങ്ങളെ വീണ്ടും പരാജയപ്പെടുത്തിയതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.